മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. ഇന്ന് മോസ്റ്റ് വാണ്ടഡ് ന്യൂസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. 2017 സർക്കാരിന് സമർപ്പിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയിലുള്ള സംസ്കാരവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിലെ മാലിന്യങ്ങളെക്കുറിച്ച്, സിനിമയിലെ അരുതായ്മകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത്. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് ഹേമയാണ് പ്രവർത്തിച്ചത്. അവർ സമയബന്ധിതമായി റിപ്പോർട്ട് പൂർത്തിയാക്കി സർക്കാരിനെ ഏൽപ്പിക്കുകയുണ്ടായി. അത് 5 വർഷം മുമ്പാണ്, 2017 സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് ഇന്ന് 2024 ഏതാണ്ട് 5 വർഷക്കാലം സർക്കാരിൻ്റെ അലമാരയിലെ അട്ടത്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദൗർഭാഗ്യം. ഏതായാലും വിവിധ തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദപ്രകാരം റിപ്പോർട്ട് പുറത്ത് വിടാൻ നിർബന്ധിതമായി സർക്കാരും മറ്റ് ഏജൻസികളും എന്നുള്ളതാണ് സത്യം. അവസാന നിമിഷം വരെ ഇതിനെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ട് ഇതിനകത്ത് ചിരിക്കുമ്പോൾ വഷളായി പോകുന്ന, അല്ലെങ്കിൽ പുറത്തു വരുമ്പോൾ മുഖം വളിച്ചു പോകുന്ന പലരും ചേർന്ന് ഒരു സജി പാറയിൽ എന്ന് പറയുന്ന ഒരു ആരും അറിയപ്പെടാത്ത ഒരു നിർമ്മാതാവ്, അദ്ദേഹം ഏത് സിനിമയാണോ നിർമ്മിച്ചതെന്നുള്ള കാര്യം തന്നെ ഇനി ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ്. അദ്ദേഹം ഈ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുത്, പുറത്തു വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അത് പരിഗണിച്ച് ഒരാഴ്ചക്കാലത്തേക്ക് സ്റ്റേ അനുവദിച്ചു. ആ ഒരാഴ്ച പിന്നിട്ടിട്ടും സർക്കാരിൻ്റെ മുമ്പിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ആ ദിവസവും സർക്കാർ അത്, അതായത് കഴിഞ്ഞ 17-ാം തീയതി, അതായത് ആഗസ്റ്റ് 17-ാം തീയതി സർക്കാരിന് വേണമെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാമായിരുന്നു. അന്ന് പ്രസിദ്ധീകരിച്ചില്ല. 16-ാം തീയതി സിനിമ നടി, ഏതൊക്കെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള രഞ്ജിനി വീണ്ടും ഒരു സ്റ്റേ കൊണ്ട് കൊടുക്കുകയാണ്. തനിക്ക് പറയാനുള്ളത് കേട്ടിട്ടുണ്ടോ, അത് കേട്ട് എങ്ങനെ രേഖപ്പെടുത്തി, അതെങ്ങനെയാണ് വരിക, അതിന് ഒരു കോപ്പി കിട്ടാൻ മൊഴി കൊടുത്തയാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ട് എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് വന്നു. കോടതി അത് നിഷ്കരണം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഏതൊരു കേസ് കെട്ടിലായാലും ആര് തന്നെ ഒരു മൊഴി കൊടുത്താലും അത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് അത് കിട്ടണം, അതിൻ്റെ അവകാശമുണ്ട് എന്ന് പറയാൻ ആർക്കും ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് അവകാശമില്ല. കാരണം നമ്മളെല്ലാം ഏതെങ്കിലും കാര്യത്തിൽ മൊഴി കൊടുക്കാൻ പോയിട്ടുള്ളവരാണ്. ആ മൊഴി കേട്ടു, മൊഴി എൻ്റേതാണ്, കൈപ്പട എൻ്റേതാണ് എന്ന് എഴുതി അവസാനം അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നതോടുകൂടിയാണ് ആ മൊഴി ഈ കൊടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ തന്നെ പൂർത്തിയാകുന്നത്. എങ്കിൽ പോലും തന്നെ കൂടി കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി അവിടെ ഡിവിഷൻ ബെഞ്ചിന് കൊടുത്തു. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ആ തള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാവുന്നത്. സിംഗിൾ ബെഞ്ചും അത് ചവറ്റുകുട്ടയിലേക്ക് എറിയുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും എന്ന് സർക്കാരും അനുബന്ധ ഏജൻസികളും വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. ഇന്നലെ പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സിനിമ എന്നാൽ എന്താണ്, ഇത് ആരുടേതാണ്? സിനിമ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കഥ എഴുതുന്നത് പോലെയോ ഒരു കവിത എഴുതുന്നത് പോലെയോ അല്ല. നേരെ മറിച്ച് അത് ഒരു കൂട്ടുത്തരവാദിത്വത്തിലൂടെ പുറത്തു വരുന്ന ഒരു സൃഷ്ടിയാണ്, ഒരു ക്രിയേഷനാണ്. എങ്കിൽ പോലും ഈ സിനിമയുടെ ആദ്യകാലത്ത് നമ്മൾ കാര്യവട്ടം ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ്സിലിരുന്ന് പഠിച്ചതുപോലെ ലൂമിയർ സഹോദരന്മാരാണ് ഈ സിനിമയെ കണ്ടുപിടിച്ചത്. മൂവിങ്
മൂവിയൊക്കെ മോഷൻ പിക്ചേഴ്സൊക്കെ കണ്ടുപിടിക്കും ലൂമിയർ സഹോദരന്മാർ. അവരുടെ കാലം മുതൽ ഏതാണ്ട് ഈ അടുത്ത കാലം വരെ എന്ന് പറയാം, അത് കഴിഞ്ഞ നൂറ്റാണ്ട് വരെയെങ്കിലും ഇത് സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റേതായിരുന്നു. ആൾ ഓവർ ഡയറക്ഷൻ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് സംവിധായകൻ്റെയായിരുന്നു. കഥ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, അതിൽ തിരക്കഥ എഴുതുന്ന കാര്യത്തിൽ, അതിനകത്ത് കാസ്റ്റിങ്ങിന് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി ആരൊക്കെ വേണം, അങ്ങനെ അവരെ ഈ ക്യാരക്ടേഴ്സിനെ അനുസരിച്ചുള്ള വേഷധാരികളെ ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നതിൽ, അതിൻ്റെ സാങ്കേതിക വശങ്ങൾ നിയന്ത്രിക്കുന്നതിനാവശ്യമുള്ള ക്രൂ, ഇവരെയൊക്കെ തീരുമാനിച്ചിരുന്നത് സംവിധായകരായിരുന്നു. അത് മലയാളത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ മലയാളത്തിൽ സിനിമ സംവിധാനം ചെയ്ത ഒട്ടേറെ ആളുകൾ, പി ഭാസ്കരൻ സാർ, അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി കഴിയും. രാമു കാര്യട്ട്, അല്ലെ ജോൺ അബ്രഹാം, ഇവരോട് എവിടെ നിന്നും ഒരു താരവും പോയി എനിക്ക് ഇന്ന സഹ നടിയായിട്ട് താരമായി സഹനടിയായി ഇന്ന ആളിനെ കിട്ടണമെന്ന് ആവശ്യപ്പെടാൻ അവർക്ക് നാവ് ബന്ധുമായിരുന്നില്ല. ഈ അടുത്ത കാലത്താണെങ്കിൽ നമ്മുടെ വിനയൻ ഈ സൂപ്പർ താരങ്ങളെ ഒന്നും പങ്കെടുപ്പിക്കാതെ എത്രയോ സിനിമകൾ വിജയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ആണെങ്കിൽ 4 വർഷത്തോളമാകുന്നു ലെനിൻ രാജേന്ദ്രൻ മരിച്ചിട്ട്. ലെനിൻ രാജേന്ദ്രന് മുമ്പിലും ഒരു സൂപ്പർ താരവും, പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാലും എനിക്ക് ഇന്ന നടിയെ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടാവണം, പക്ഷേ എന്തായാലും കിട്ടിയിട്ടില്ല. സുരേഷ് ഗോപി മാത്രമാണ് ഒരു പ്രമുഖ മുഖ്യധാരയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഹീറോ എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. എന്തായാലും അങ്ങനെ സംവിധായകൻ്റെ നിയന്ത്രണത്തിലായിരുന്നു പൊതുവെ സിനിമ, അത് പ്രത്യേകിച്ചും മലയാള സിനിമ. എന്നാൽ ആ സാഹചര്യങ്ങളെല്ലാം മാറിയിട്ട് പിന്നീട് വന്ന അവസ്ഥയാണ് ഈ എന്താണ് കഥാകാരന്മാരുടേതാണ്, തിരക്കഥ എഴുതുന്നവരുടെ. അപ്പോൾ ഉദാഹരണത്തിന് MT യുടേതാണ്, ടി ദാമോദരൻ്റേതാണ്, ഹരിഹരൻ്റേതാണ് എന്നൊക്കെ പറയുമ്പോൾ ആസ്വാദകർക്ക് കുറച്ചുകൂടി ആവേശം വരും ഈ സിനിമ കാണാൻ എന്ന് പറഞ്ഞ ഒരു മധ്യ കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന താരങ്ങൾ, അത് മമ്മൂട്ടിയുടെ ആണോ മോഹൻലാലിൻ്റെ ആണോ സിനിമ, പൃഥ്വിരാജിൻ്റെ ആണോ ഫഹദ് ഫാസിലിൻ്റേതാണോ അല്ലെങ്കിൽ സൂര്യയുടേതാണോ, ഇവരൊക്കെ ഇപ്പോൾ നായക പട്ടത്തിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ആ നായകന്മാരെ ലക്ഷ്യമാക്കി അവരെ ഉദ്ദേശിച്ച് സെൻട്രൽ പോയിൻ്റായിട്ട് വരുത്തി അവരുടെ പേരിൽ ഉള്ള സിനിമ കൂടുതൽ ബോക്സ് കളക്ഷൻ സിനിമകളായി മാറാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ താരങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് സംവിധായകൻ ഉൾപ്പെടെയുള്ള സിനിമയുടെ അതിപ്രധാന താക്കോൽ സ്ഥാനങ്ങളിൽ വർത്തിക്കേണ്ടുന്നവർ ഈ പ്രമുഖ താരങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങി, കൂടുതലും അവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങി എന്ന് വേണം പറയാം. അവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്ത ആളാണ് അവർക്ക് അനിഷ്ടകരമാക്കുന്നത്. അവരുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകില്ല എന്നും അവരെ ഞാൻ വിളിക്കില്ല എന്നുമുള്ള അവസ്ഥയൊക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത്. എന്തായാലും സിനിമ നായകൻ്റേതോ നായികയുടേതാണോ, നായികയുടേതായിട്ട് മലയാളത്തിൽ അങ്ങനത്തെ സിനിമ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും നായകന്മാരുടെ മേൽക്കൈയാണ് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ എല്ലാവർക്കും അറിയാമായിരുന്നു എങ്കിൽ പോലും റിപ്പോർട്ട് വന്നതിന് ശേഷം അതിലുള്ള മലീമസമായ അന്തരീക്ഷം കണ്ടപ്പോൾ പൊതുജനമാണല്ലോ ഈ പൈസ കൊടുത്ത് അധ്വാനിക്കുന്ന വിയർപ്പിൻ്റെ ഉപ്പ് കൊണ്ടുവന്ന് നാണയത്തുട്ടുകളാക്കി കൊണ്ടുവന്ന് ഒരു സീറ്റ് ഒപ്പിച്ച് സിനിമ കാണുന്നത് പൊതുജനങ്ങളാണല്ലോ. അപ്പോൾ പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ പുറമേ കാണിക്കുന്ന അലങ്കാരങ്ങളും ആഡംബരങ്ങളുമൊക്കെ ജാടകൾ മാത്രമാണ്. ഇവരുടെയൊക്കെ മനസ്സിൽ ഇരിക്കുന്നത്, മനസ്സ് വളരെ മാലിന്യം നിക്ഷേപിച്ച ടാങ്കുകളാണ് അവരുടെയൊക്കെ മനസ്സ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത വിധമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിലെ പ്രധാന ഭാഗമായിട്ടുള്ള ഈ മൊഴിഭാഗം അനുബന്ധമായിട്ടാണ് ചേർത്തിട്ടുള്ളത്. അത് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടും മുഖ്യമായി ചേർത്തിട്ടില്ല എന്നുള്ള ഒരു വൈചിത്ര്യം കൂടി ഈ
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അത് തീർച്ചയായിട്ടും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്, അത് രാഷ്ട്രീയവും ഈ പവർ ഗ്രൂപ്പിൻ്റെയൊക്കെ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന സമ്മർദ്ദത്തെ തുടർന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അനുബന്ധത്തിലാണ് മൊഴി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ മൊഴിയിലാണെങ്കിൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലനുസരിച്ച് മൾട്ടിമീഡിയ എവിഡൻസ് കൂടി ഉള്ള മൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു പോലീസിന് അത് കിട്ടിയാൽ തന്നെ പ്രഥമദൃഷ്ട്യാ കേസെടുക്കാവുന്നതും ആവശ്യമായ അന്വേഷണം നടത്തി നടപടിയെടുക്കാവുന്ന തരത്തിലുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം മുണ്ടനം ചെയ്താണ് 280 പേജുള്ള റിപ്പോർട്ട് പുറത്ത് മാധ്യമ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തത്, അതുവഴി ജനങ്ങൾക്ക് കൊടുത്തത്. എന്തായാലും ഇവിടെ പ്രധാനമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിച്ചിട്ടുള്ള ഈ മാലിന്യങ്ങൾ അത് നിഷ്കാസനം ചെയ്യാതെ നമ്മുടെ മലയാള സിനിമയ്ക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിനകത്ത് ICC ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കൗൺസിൽ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അത് അതിനകത്തുള്ളവർ തന്നെയാണ്. അങ്ങനെയുള്ള ICC അതിപ്പം സിനിമയിൽ മാത്രമല്ല, വേറെ ഏത് സ്ഥാപനത്തിലുമുള്ള ICCകൾ ഇങ്ങനെ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കൗൺസിലുകൾ, കമ്മിറ്റികൾ അതാത് സ്ഥലങ്ങളിലുള്ളവരെ നിയമിച്ചാൽ തീർച്ചയായിട്ടും അത് ഒരു അനുഗുണമായ നീതി നടപ്പാക്കും, നീതിപൂർവകമായ നീതി നടപ്പാക്കും എന്ന് വിശ്വസിക്കേണ്ടതില്ല. അതല്ല അതിൻ്റെ ശരി. പുറത്തുനിന്ന് സ്വതന്ത്രമായ ICC കമ്മിറ്റിയെ വെക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പ്രായോഗികമായി വരുന്നത്. എങ്കിൽ മാത്രമേ ആ കമ്മിറ്റിക്ക് തന്നെ ഒരു വിലയുണ്ടാകൂ. ഇല്ലെങ്കിൽ അതിനകം കമ്മിറ്റിയിലുള്ളവരുടെ ഇഷ്ടാനിഷ്ടവും പാർശ്വവർത്തികളുമായിട്ടുള്ള ആളുകൾ ഇരുന്ന് ന്യായവും തീരുമാനിക്കുന്ന അവസ്ഥ വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുവരെ അതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഒരു എൻ്റർടൈൻമെൻറ്റ് ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നുള്ള ക്രിയാത്മകമായ ഒരു നിർദ്ദേശം ഇതിനകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രൈബ്യൂണലിനെ നിശ്ചയിച്ചാൽ, ട്രൈബ്യൂണൽ നിലവിൽ വന്നാൽ ഓരോ കേസുകളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശോധിക്കുന്നതിനും പഠിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും ആ ട്രൈബ്യൂണലിന് കഴിയും എന്നുള്ളത് ഒരു ക്രിയാത്മകമായ നിർദ്ദേശം തന്നെയായി സർക്കാർ പരിഗണിച്ച് അടിയന്തരമായി ഈ എൻ്റർടൈൻമെൻറ്റ്, അപ്പോൾ ഇതിനകത്തെല്ലാം വരുമല്ലോ, സിനിമ മാത്രമല്ല, സീരിയൽ, സാഹിത്യകാരന്മാർ ഉൾപ്പെടെ വരും. എൻ്റർടൈൻമെൻറ്റ് ട്രൈബ്യൂണൽ എന്ന നിലയ്ക്ക് ഒരു സംവിധാനം ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ 2 മന്ത്രിമാരാണ് ഇക്കാര്യത്തിൽ ചുമതല വഹിച്ചിരുന്നത്. ആദ്യ തവണ, അതായത് 2017 കാലഘട്ടത്തിൽ AK ബാലനായിരുന്നു സാംസ്കാരിക മന്ത്രി. അത് കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സജി ചെറിയാനായി മന്ത്രി. ആ മന്ത്രി ഭരണഘടനയെ കുടച്ചക്രവുമായിട്ട് കണ്ടു സംസാരിച്ച അപ്പോൾ അല്പകാലയളവിലേക്കെങ്കിലും മാറി നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് VN വാസവനായിരുന്നു മന്ത്രി. ഇവരാരും ഈ റിപ്പോർട്ട് കണ്ടതായി നടിക്കുകയോ അതിലൊരു നടപടി എടുക്കണമെന്നോ ആരും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പൊതുവിൽ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗിക ആസക്തിയാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയം. അത് സിനിമാ മേഖലയിൽ മാത്രമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഏതൊരു മേഖലയിൽ, ഒരു ഓഫീസിലാകട്ടെ, ഒരു ഫാക്ടറിയിലാകട്ടെ, അതല്ലെങ്കിൽ ഒരു പൊതുപ്രസ്ഥാനത്തിലാകട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളിലാകട്ടെ, ഇതിലെല്ലാം മനുഷ്യൻ, പണ്ട് നായനാനി പറഞ്ഞതുപോലെ മനുഷ്യൻ എവിടെയുണ്ടോ അവിടെല്ലാം ഈ ചായ കുടി നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ചായ കുടി നടക്കുന്നത് എന്നുള്ള അവസരം അതാത് മേഖലകളിൽ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതിനകത്ത് വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് ആളുകൾ, നടിമാർ പറഞ്ഞവരാർക്കും എന്തേ ഇത്രയും നാൾ ഒരു പരസ്യമായിട്ടൊരു പ്രതികരണം നടത്താൻ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പോലും തയ്യാറാകാതിരുന്നത്? അപ്പോൾ അവർക്ക് ഇതിനോട് പ്രതികരിക്കാൻ വയ്യാത്തതിൻ്റെ പ്രധാന കാരണം നിലനിൽപ്പ് തന്നെയായിരിക്കാം. അപ്പോൾ പിന്നെ നിലനിൽപ്പായതുകൊണ്ട്, ജീവിതമല്ലേ എന്നുള്ളതുകൊണ്ടും ഇതൊന്നും ആർക്കും സ്വന്തമായി കൊണ്ടുപോകാൻ കഴിയാത്തതാണല്ലോ എന്നുള്ളത് ഒക്കെ ചിന്തിച്ച് സ്വാഭാവികമായും ജീവിക്കാൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ആളുകൾ വഴങ്ങി കൊടുക്കുന്നതാണ് സത്യാവസ്ഥ.
അപ്പം ഇതൊരു ചൂഷണമായിട്ട് കൊണ്ടുവരിക, ചൂഷണത്തെ നിയമവൽക്കരിക്കുക, അലിഖിതമായ നിയമമായി ഈ ലൈംഗിക ചൂഷണം മാറുക. അതാണിപ്പോൾ മലയാള സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്യാരക്ടർ ചെയ്യാൻ കഴിയുന്ന നടീനടന്മാർ പുതുതലമുറയിൽ കടന്നു വരുന്നില്ല എന്നുള്ള ഒരു പൊതുവിമർശനമുണ്ട്. പുതുതലമുറയിൽപ്പെട്ടവ നല്ല ആളുകളുണ്ട്, അവർ വന്നവരാരും മോശമെന്നുള്ള രീതിയിലല്ല. പക്ഷേ ഒരു ക്യാരക്ടറിന് അനുസരിച്ച് ആ ക്യാരക്ടറായി മാറാൻ കഴിയുന്ന തരത്തിൽ നടനശേഷിയുള്ള നടന്മാരെയും നടിമാരെയും വാർത്തെടുക്കാൻ മലയാള സിനിമയ്ക്ക് ദൗർഭാഗ്യവശാൽ ഈ മാലിന്യ അന്തരീക്ഷത്തിൽ, മലിനപ്പെട്ട മലീമസമായ ഉള്ളറയിലെ അന്തരീക്ഷത്തിൽ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പൊതുവിൽ ചൂഷണം, ലൈംഗിക ചൂഷണം ഒരു നിയമമായി, അലിഖിത നിയമമായി മലയാള സിനിമയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പൊതുജനമാണല്ലോ ഇവരെല്ലാം ഊട്ടി വളർത്തുന്നത് എന്നുള്ളതുകൊണ്ട് പൊതുജനത്തിൻ്റെ കാശ് കൊണ്ട് ഇങ്ങനെ താരപരിവേഷം കെട്ടി നടക്കുന്ന ആളുകളുടെ മനസ്സുകൂടി ശുദ്ധിയായിരിക്കണം, താരങ്ങളെപ്പോലെ തിളങ്ങണം. അങ്ങനെ തിളങ്ങണമെങ്കിൽ മമ്മൂട്ടി സാറ് തന്നെ ആദ്യം പറയട്ടെ. പ്രധാനമായിട്ടും സൂപ്പർ സ്റ്റാർ എന്ന് മലയാള സിനിമയ്ക്ക് പറയാവുന്നത് ഫസ്റ്റ് വൺ തീർച്ചയായിട്ടും മമ്മൂട്ടിയാണ്. മമ്മൂട്ടി സാർ പറയട്ടെ. അദ്ദേഹത്തോടുള്ള എല്ലാ ആരാധനയും നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എന്തേ അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ലേ? അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ പറയട്ടെ, മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പറയട്ടെ. ഇങ്ങനെ തുടർച്ചയായിട്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവസാനം ദുൽഖർ സൽമാൻ വരെ പറയട്ടെ. അങ്ങനെ പറയുകയും പ്രതികരിക്കുകയും ചെയ്യാത്തതിൻ്റെ അർത്ഥം ഇല്ല ഗുരുക്കളിൽ അടി കിട്ടാത്തവരൊന്നും ആരുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് നിയമ മാർഗത്തിലൂടെ തന്നെ ഇതിന് പരിഹാരം കാണാൻ കഴിയും. പിന്നെ അവരുന്നയിക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഇതൊരു ക്രിയേറ്റീവ് മേഖലയാണ്. അവർ പറയുന്നതിനനുസരിച്ച് അഭിനയിച്ചു കൊടുക്കണം. പക്ഷേ ആ അഭിനയിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? അഭിനയിക്കാൻ വേണ്ടി പിറ്റേ ദിവസം മുറിയുടെ മുമ്പിൽ തട്ടുക, അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ്. അതിനെയൊക്കെ നിയമം മൂലം തന്നെ നിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പിന്നെ ഇതല്ലാതെ എല്ലായിടത്തും നടക്കുന്നത് പോലെ എനിക്കും ഇഷ്ടം തനിക്കും ഇഷ്ടം എന്നുള്ള നിലയിലാണെങ്കിൽ ആർക്കും പരാതിയില്ല, പരിഭവമില്ല. അത് എല്ലായിടത്തും നടക്കുന്നതാണ്. അതൊരു അലിഖിത നിയമമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കും പ്രശ്നമില്ല. പക്ഷേ ഒരു കരിയർ ആയിട്ട് സിനിമ അഭിനയം എടുത്ത ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയെ തുടക്കത്തിൽ തന്നെ അവരെ നശിപ്പിച്ച്, അവരുടെ ചാരിത്രം നശിപ്പിച്ച് എടുക്കുന്ന തരത്തിലുള്ള ലൈംഗിക അരാജകത്വം സിനിമയിൽ നിന്നല്ല ഏത് മേഖലയിലും ശരിയല്ല. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മലയാള നാട് എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഈ സിനിമാ നടന്മാർ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കാണണം എന്നാണ് പറയാറുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി, ജീവിത അനുബന്ധിയായി എല്ലാം പുരോഗമിച്ച് നിൽക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് ഇവിടുത്തെ സിനിമയുടെ ഉള്ളറകളിൽ അഭ്രപാളിക്കുള്ളിൽ നടക്കുന്നത് ഇതൊക്കെയാണ്, ഈ വൃത്തികേടുകളാണ് എന്ന് വരുന്നത് കേരളത്തിലെ പൊതുജനങ്ങൾക്കാകെ, നിങ്ങളെല്ലാം കണ്ട് കൈയടിക്കുകയും രസിക്കുകയും സന്തോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം നാണക്കേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെതിരെ ആദ്യം പട നയിക്കാൻ പുറപ്പെടേണ്ടത് ഈ താര രാജാക്കന്മാർ തന്നെയാണ്. അതിനവർക്ക് ആർജവം ഉണ്ടാകണം. കാരണം നിങ്ങളെ താര രാജാക്കന്മാരായി ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്, ആസ്വാദകരാണ് എന്നുള്ള കാര്യം മാത്രം തൽക്കാലം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.